സൂര്യകാന്തിപുരം പോവാ. ഇറങ്ങാം, പോവാം. വാ. എവിടെ പോന്ന്? എവിടെ പോണ്? ഒറ്റ മൈൻഡ് പോവാ. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു ഇന്നോവയിലാണ്. കാരണം നമ്മളൊരു 6-7 പേരുണ്ട്. ആക്ച്വലി ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് നമ്മൾ പ്രീ പ്ലാൻഡൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഇന്ന് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വെറുതെ ഇരുന്ന് പോസ്റ്റായിട്ട് നമ്മളിങ്ങനെ എവിടെ പോകാം എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് അളിയൻ പെട്ടെന്ന് സുന്ദരവാണ്ടിപുരം പോയത്. ഏകദേശം ഉച്ചയ്ക്ക് 2 മണി 3 മണി സമയത്താണ് നമ്മൾ ചാടി ഇറങ്ങിയത്. അപ്പോൾ അവിടെ പോകുമ്പോൾ എന്താവുമെന്നറിയില്ല. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 4:30 കഴിഞ്ഞ്. നമ്മളവിടെ എത്തുമ്പോൾ ഇരട്ടി പോവോ ഇല്ലേ 5-6 ഫോട്ടോസൊക്കെ എടുക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയൂർ അഞ്ചൽ കുളത്തൂപ്പുഴ റോഡാണ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമുള്ളൊരു റോഡാണ്. കാരണം ഗട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിടക്കുന്ന റോഡാണ്. പിന്നെ അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന റോഡാണ്. ഇനിയും ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റ് പോകുന്നതിന് മുമ്പ് അവിടെ എത്തുമോ എന്നൊന്നും അറിയത്തില്ല, കാരണം പെട്ടെന്ന് എടുത്തിയാടി ഇറങ്ങിയതായതുകൊണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഏകദേശം കുളത്തൂപ്പുഴ ഡാമിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് ഈ ഒരു റോഡ് കാണിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത്. കാരണം ഈ ഒരു റോഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോഡാണ്. കാരണം 2 സൈഡിലും നല്ല പച്ചപ്പും കാര്യങ്ങളും. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് കുരങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ, എപ്പോഴും ഉണ്ടാകത്തില്ല, ഇന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് റോഡ് നിങ്ങൾ ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഡ്രൈവിങ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. ഇതാണ് തമിഴ്നാട്ടിലേക്ക് എൻട്രൻസിൻ്റെ ആ ഒരു സൈഡ് വ്യൂ. അതായത് എൻട്രി ചെയ്ത് വരുമ്പോഴത്തേക്കും ആദ്യം കാണുന്ന ഒരു വ്യൂ ഇതൊക്കെയാണ്. ഈ സൈഡിൽ മലനിരകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. നല്ലത് ഇതൊക്കെ വയലും കാര്യങ്ങളും മലനിരകളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. ഞാനിവിടെ ഏകദേശം ഒരു 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത്രയ്ക്കും വരാനുള്ള ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടി അല്ല വരുന്നത്. ഈ ഒരു സീനറിയും കാര്യങ്ങളും ഈ അത് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണ്, നല്ല ഫ്രീ മൈൻഡിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വഴി വരുന്നത്. കേരളത്തിൻ്റെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ കേരളമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളൊരു പ്രദേശമാണ് ഇതൊക്കെ. ഞങ്ങൾ പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ്. എൻ്റെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുന്നതെന്നൊന്നും അറിയില്ല. ഭയങ്കര നോയ്സാണ് ഇവിടെ. പടക്കമൊക്കെ പൊട്ടിക്കാൻ പോകുന്നതിൻ്റെ പൊട്ടിക്കുന്നതിൻ്റെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ആചാരം എന്നൊന്നും അറിയത്തില്ല, പക്ഷെ നല്ല രസമുണ്ട് കണ്ടുകൊണ്ട് നിൽക്കാൻ. ഇവർ ചെണ്ടയൊക്കെ ഇട്ട് കൊട്ടിയിട്ട് കുറച്ച് പേര് തലയിൽ ഈ കസവിൻ്റെ ഇതൊക്കെ കെട്ടിയിട്ട് നല്ല ഒരു കാഴ്ചയാണ്. അപ്പോൾ എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് പറഞ്ഞു തരണേ. ഞാൻ എപ്പോഴൊക്കെ തമിഴ്നാട് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ ഒരു 2 വണ്ടി ഫ്രണ്ടിൽ പോയി ലോറി കുത്തി ചവിട്ടേണ്ടി വന്നൊരു സിറ്റുവേഷനാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടി സാധാരണ ആടും ഒക്കെയാണ് എടുത്ത് ചാടാറുള്ളത്. ഇപ്രാവശ്യം ചാടിയതൊരു പട്ടിയാണ്. ഒരു പട്ടി ഈ വലതുവശത്ത് നിൽപ്പുണ്ട്. ഈ പട്ടി എടുത്ത് കുറുകെ ചാടിയിട്ട് ആ വണ്ടി കുത്തി ചവിട്ടിയതാണ് ആ ലോറിക്കാരൻ. അപ്പോൾ ഇത് അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. അതായത് ജനവാസമൊക്കെ ഉള്ളൊരു ഏരിയ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത്. ഈ സൈഡിൽ നിൽക്കുന്ന നായാണ് എടുത്ത് ചാടിയത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ജസ്റ്റ് മിസ്സിനങ്ങ് വണ്ടി ചവിട്ടി നിർത്തുകയാണ്. ഇങ്ങോട്ടൊക്കെ വരുന്നവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. തമിഴ്നാടിൻ്റെ മെയിൻ ഒരു ഇഷ്യൂ ഇതാണ്. മൃഗങ്ങളൊക്കെ റോഡിലൂടെ ക്രോസ് ചെയ്തെടുത്ത് ചാടും. ഇതാരെങ്കിലും വളർത്തുന്നതാണെങ്കിൽ അതിനെ ചെന്ന് ഇടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പ്രശ്നമാണ്. നമ്മുടെ വണ്ടിയും പ്രശ്നമാണ്, പിന്നെ അവർക്ക് അതിൻ്റെ പൈസയും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് മാത്രം ഈ ഒരു റോഡ് വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ പൂർവ്വാധികം മുങ്ങിയിരിക്കുന്നു. കാരണം ഇവിടെ വന്നതുള്ള അവസ്ഥ ഇതാണ്. അധികം ചെറിയ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ചെറിയൊരു പാടത്തിൽ മാത്രമേ ഉള്ളൂ. കറൻ്റ്ലി ഉള്ള സിറ്റുവേഷൻ ഇതാണ്. ഒരു ചെടിയും മറ്റൊരു ചെടിയും തമ്മിൽ ഏകദേശം 1.5-2 മീറ്ററോളം വ്യത്യാസമുണ്ട്. അതിൽ കൂടുതലുണ്ട്. ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കുഴപ്പമില്ല. അതായത് ഈ ഒരു ഫ്രണ്ട് ഫേസ് ചെയ്ത് വരുന്ന ഭാഗം ഇതാണ് വ്യത്യാസം. കണ്ടു നിങ്ങൾ, അടുത്ത് ക്ലോസ് വ്യൂ ആണ്, കണ്ടു. അത്ര വലിയൊരു രസമൊന്നുമില്ല. ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് വരണ്ട എന്നാണ് പറയാനുള്ളത്. ഈ കാണുന്ന ചെടി തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലോസ് വ്യൂവിലൊക്കെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഇതിനൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ വന്ന സമയം ചാടി ഇറങ്ങിയത് കൊണ്ട് ലൈറ്റും കുറഞ്ഞു. ഈ കാണുന്ന ചെറിയ രീതിക്ക് ഉള്ളിയൊക്കെയാണ് നട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു സൺഫ്ലവറിൻ്റെ ഈ ഒരു തോട്ടം വരുന്നത്. അങ്ങനെ നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. കാരണം സംസാരിച്ച് ത്രോട്ടൊക്കെ കുറച്ച് ഇഷ്യൂ ആയിട്ടുണ്ട്. കാരണം വണ്ടിയിലാണ് വെള്ളം ഇരിക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ തിരക്കിയപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ അമളി വേറെ ആർക്കും പറ്റാതിരിക്കാൻ ഞങ്ങളിവിടെ തിരക്കി പറഞ്ഞു ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് സുരണ്ടൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് പാടത്ത് ഏകദേശം ഓഗസ്റ്റ് 25-നും സെപ്റ്റംബർ 1-നും ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഒരുപാട് സൂര്യകാന്തികളെ കാണാൻ പറ്റും. അത്യാവശ്യം വലിയൊരു പാടമാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസാണ്. അപ്പോൾ നമ്മൾ അതുകൂടി കാണിക്കണമല്ലോ, നമ്മളവിടെ പോയത് മാത്രം കാണിച്ചാൽ പോരല്ലോ. നമ്മൾ പോയിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് എത്രത്തോളമാണെന്ന്, ഇത്ര കുറച്ച് പൂ വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ ഒരു രീതിക്ക് ഈ ഒരു ആംഗിളിൽ ഫോട്ടോസും കാര്യങ്ങളും എടുത്തത് കൊണ്ട് നമുക്ക് അത്യാവശ്യം വൃത്തിക്ക് കിട്ടി. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.